നമസ്കാരം. 2020-21 കാലഘട്ടത്തിൽ ലോകത്തിലെ എല്ലാ ജനങ്ങളെയും ബാധിച്ച ഒരു മഹാമാരിയായിരുന്നു കോവിഡ്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അതിൻ്റെ തീഷ്ണതയിൽ വളരെയധികം കഷ്ടപ്പെട്ടു. വളരെയധികം ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പലരും തുടർന്നുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നാൽ ഈ അസുഖം കാട്ടില് വസിക്കുന്ന മൃഗങ്ങളുടെ ഇടയിലാണ് ബാധിച്ചിരുന്നെങ്കിൽ അവരെങ്ങനെ അതിനെ പ്രതിരോധിക്കും എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് ഉടലെടുത്ത കഥയാണ് മൃഗറോണ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വാദ്യകരമാണ് എന്ന് വിശ്വസിക്കുന്നു. ഞാൻ കഥ വായിക്കാം. മൃഗറോണ. അന്ന് രാവിലെ ക്ലിനിക്കിൽ പതിവിലും കൂടുതൽ തിരക്കായിരുന്നു. മൃഗ ഡോക്ടർ പശുപതി കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ച് തല ആകെ ഒന്ന് കുടഞ്ഞു. അടുത്തു വച്ചിട്ടുള്ള പാത്രത്തിൽ ബാക്കിയുള്ള കാടിവെള്ളം ഒന്ന് നീട്ടി വലിച്ചു കുടിച്ചു. ചിറിയും മൂക്കും നക്കിത്തോർത്തി. കണ്ണട ശരിയാക്കി ഒന്ന് പതുക്കെ അമറി. അടുത്ത മുറിയിൽ കണ്ണാടി നോക്കി തൻ്റെ മേക്കപ്പ് കുറഞ്ഞു പോയോ എന്ന് ആകാംക്ഷയോടെ പരിശോധിക്കുകയായിരുന്ന സിസ്റ്റർ കഴുതകുമാരി വേഗം പുറത്തേക്ക് വന്നു. യെസ് ഡോക്ടർ. കണ്ണടയുടെ മുകളിൽ കൂടി കഴുതകുമാരിയെ ആപാത ചൂടം ഒന്ന് നോക്കിയിട്ട് ഡോക്ടർ പശുപതി മുരണ്ടു. ഇനി പേഷ്യൻസ് ആരെങ്കിലും ഉണ്ടോ? പുറത്തെ കിളിവാതിലൂടെ നോക്കി സിസ്റ്റർ കഴുതകുമാരി തൻ്റെ കിളിനാദത്തിൽ മൊഴിഞ്ഞു. ഒരു മലയണ്ണൻ മാത്രം ഇരിപ്പുണ്ട്, മൂടി പുതച്ച്. പക്ഷെ ആള് പേഷ്യൻ്റ് ആണോ എന്നറിയില്ല. സാധാരണ ക്ലിനിക്കിന് മുമ്പിലുള്ള മൂവാണ്ടൻ മാവിലെ മാങ്ങ തിന്നാൻ വരാറുണ്ട്. അവനോട് ചോദിക്കൂ എന്താ വേണ്ടതെന്ന്. എനിക്കിവിടെ കുടല് വേവാൻ തുടങ്ങി. രാവിലെ മുതൽ ഇതുവരെ ഒരു പിടി പച്ചപ്പുല്ല് തിന്നിട്ടില്ല. നേഴ്സ് പുറത്തിറങ്ങി മലയണ്ണാന്റെ അടുത്ത് ചെന്ന് മുരടനക്കി. എന്തിനാ വന്നത്? ഡോക്ടറെ കാണാനാണോ? മലയണ്ണാൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. പതുക്കെ വാതിൽക്കലേക്ക് നടന്നു. ചുവന്ന കണ്ണുകൾ ആകെ മൂടി പുതച്ച് മൂക്കും വായയും പൊത്തി വാതിൽ തള്ളി തുറന്നു. അവൻ അകത്തേക്ക് വേച്ചു വേച്ച് നടന്നു. കഴുതകുമാരി പുറകെ. പശുപതി തല ഉയർത്തി നോക്കി. തീരെ അവശനായ നിലയിലുള്ള മലയണ്ണാനെ ശ്രദ്ധിച്ചു. അടുത്തുള്ള സ്റ്റൂളിൽ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. സാധാരണ ഒറ്റച്ചാട്ടത്തിന് എത്ര ഉയരത്തിലേക്കും അകലേക്കും ചാടാൻ ഒരു മടിയുമില്ലാത്ത അവൻ പതുക്കെ പ്രയാസപ്പെട്ടാണ് സ്റ്റൂളിലേക്ക് കയറിയത്. കയറുന്നതിനിടയിൽ ശക്തിയായി ചുമച്ചു. ദേഹം വിറയ്ക്കുന്നുണ്ട്. ഡോക്ടർക്ക് ആളെ മനസ്സിലായി. പുഴയ്ക്കക്കരെ വലിയ അത്തിമരത്തിൽ താമസിക്കുന്ന കറുപ്പൻ എന്ന് വിളിക്കുന്ന മലയണ്ണൻ. ഈ ഗ്രൂപ്പിന്റെ നേതാവാണ്. സ്വല്പം തെമ്മാടിത്തരമൊക്കെ ഉള്ളതായി കേട്ടിട്ടുണ്ട്. അനുവാദമില്ലാതെ മറ്റുള്ളവരുടെ ഏരിയയിൽ കയറി പഴം, മാങ്ങ, പേരയ്ക്ക, അത്തിപ്പഴം, ആത്തച്ചക്ക എന്നിവ മോഷ്ടിക്കുക, ചോദ്യം ചെയ്യാൻ വരുന്ന പക്ഷികളെയും ചെറു അണ്ണാന്മാരെയും വിരട്ടി ഓടിക്കുക എന്നിങ്ങനെ. ഇന്ന് ഏതായാലും ആ സാമർഥ്യമൊന്നും മുഖത്ത് കാണാനില്ല. തൻ്റെ സ്റ്റെതസ്കോപ്പ് ശരിയാക്കിക്കൊണ്ട് പശുപതി ചോദിച്ചു, എന്താ അസുഖം? മറുപടി പറയുന്നതിനായി തൊണ്ട ശരിയാക്കുന്നതിനിടെ വീണ്ടും ശക്തിയായി ചുമച്ചു. മുഖം പുതപ്പ് കൊണ്ട് മറച്ചു പിടിച്ചു. ഡോക്ടർ തൻ്റെ മാസ്ക് മുഖത്തേക്ക് വലിച്ചിട്ടു. ഒന്ന് ആശ്വാസമായപ്പോൾ അവൻ പതുക്കെ പറഞ്ഞു തുടങ്ങി. ഒരാഴ്ചയായി നല്ല തൊണ്ടവേദന, ചുമ ശക്തിയായി, പനിയും നല്ലോണം ഉണ്ട്. തൊണ്ടയിൽ മുള്ളു കുത്തിയ പോലെ, മുൾച്ചെടി കൊളുത്തി വലിക്കുന്ന പോലെയുള്ള വേദനയാണ്. ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ ഛർദ്ദിക്കുകയും ചെയ്തു. ആകെ വയ്യ ഡോക്ടറെ. ഡോക്ടർ പശുപതി കറുപ്പനെ നന്നായി പരിശോധിച്ചു. കുഴല് വെച്ച് നോക്കി, വായ പൊളിച്ചു നോക്കി, നാടിമിടിപ്പ് നോക്കി. പനി നല്ലപോലെ ഉണ്ട്. മരുന്നിന്റെ ലിസ്റ്റ് എഴുതി ഒരാവർത്തി കറുപ്പനെ വായിച്ചു കേൾപ്പിച്ചു. പിന്നെ ഈ പ്രവർത്തികളെല്ലാം നോക്കി നിൽക്കുകയായിരുന്ന നേഴ്സ് കഴുതകുമാരിയോട് പറഞ്ഞു, ഈ മരുന്നൊക്കെ എടുത്തു കൊടുക്കൂ, കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വിശദീകരിക്കണം. പിന്നീട് കറുപ്പനോടായി പറഞ്ഞു, സൂക്ഷിക്കണം, ഇത് സാധാരണ പനിയല്ല, മരുന്ന് മുടങ്ങാതെ കഴിക്കണം. 7 ദിവസം കഴിഞ്ഞ് വീണ്ടും വരിക, കുറയാതിരിക്കില്ല. തല കുലുക്കിക്കൊണ്ട് മലയണ്ണാൻ കറുപ്പൻ സ്റ്റൂളിൽ നിന്നും താഴെ ഇറങ്ങി. പുതപ്പിനുള്ളിലേക്ക് കൈയിട്ടു. ഒരു ചെറിയ വാഴക്കുടപ്പനുമായി ആ കൈ പുതപ്പിനുള്ളിൽ നിന്നും പുറത്തു വന്നു. അത് ഡോക്ടറുടെ മേശപ്പുറത്ത് വെച്ചിട്ട് സാവധാനം നടന്നു. പുറത്തിറങ്ങി. വാഴക്കുടപ്പം കണ്ടപ്പോ ഡോക്ടറുടെ നാവിൽ വെള്ളമൂറി. എങ്കിലും
ആ കൊതി ബലം പ്രയോഗിച്ചടക്കി. നല്ല പനിയും ചുമയും ഒക്കെ ഉള്ള സമയത്ത് അവൻ കടിച്ചു പിടിച്ച് പറിച്ചതായിരിക്കും. അവന്റെ ഉമിനീരിന്റെ അംശം അതിൽ പറ്റിയിരിക്കും. വേണ്ട, ആർത്തി പിടിച്ച് ഇത് തിന്ന ആ അസുഖം പകർത്തണ്ട. തൽക്കാലം ഇത് പുറകുവശത്തെ വൈക്കോൽ കൂട്ടത്തിൽ വയ്ക്കാം. 4-5 ദിവസം വെയിൽ കൊണ്ടിട്ട് തിന്നാം. അന്നത്തെ കണക്കുകൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നേഴ്സ് കുമാരി അടുത്തേക്ക് വന്നു. ഡോക്ടർ, ഇനി ഞാൻ ഇറങ്ങട്ടെ, പേഷ്യൻസ് ആരുമില്ല. ശരി, കയ്യും കാലും സോപ്പിട്ട് കഴുകാൻ മറക്കണ്ട. കഴുകി സാർ, 20-25 സെക്കൻഡോളം കഴുകി. എനിക്കറിഞ്ഞൂടെ? ഒരു മന്ദഹാസത്തോടെ മധുരമായി മൊഴിഞ്ഞുകൊണ്ട് നേഴ്സ് നടന്നു. വയറ് വിശന്ന് കൊടല് കരിഞ്ഞ മണം വന്നു തുടങ്ങി. മുൻവശത്തെ വാതിലടച്ച് ഡോക്ടർ ഇറങ്ങി. മുറ്റം നിറയെ പച്ചപ്പുല്ല്. ഓ, എന്താ സ്വാദ്! വിശക്കുമ്പോ സ്വാദ് കൂടുമായിരിക്കും. വയറ് നിറയെ പുല്ലും തിന്ന് കുറെ വെള്ളവും കുടിച്ച് ഡോക്ടർ പശുപതി വിശ്രമിച്ചു. 3-4 ദിവസം കഴിഞ്ഞു. ഒരു ഉച്ചമയക്കത്തിനിടയിൽ എന്തോ ശബ്ദം കേട്ടാണ് ഡോക്ടർ പശുപതി ഞെട്ടി ഉണർന്നത്. ക്ലിനിക്കിന്റെ മുറ്റത്തെ മാവിൻ ചുവട്ടിൽ തണുത്ത കാറ്റും കൊണ്ട് അയവിറക്കി കിടക്കുകയായിരുന്നു. അതാ മുറ്റത്ത് 4-5 മലയണ്ണന്മാർ. പ്രായമായവരും കുട്ടികളും ഉണ്ട്. പതുക്കെ എഴുന്നേറ്റു. അടുത്തേക്ക് ചെന്നു. എല്ലാവർക്കും നല്ല ചുമയും പനിയും ഉണ്ട്. വാതിൽ തുറന്ന് അവരോട് അകത്തേക്ക് വരാൻ പറഞ്ഞു. മാസ്കും കയ്യുറയും ധരിച്ച് കണ്ണട വെച്ച് ഓരോരുത്തരെയായി പരിശോധിച്ചു. കൂട്ടത്തിൽ വെച്ച് പ്രായമായ അണ്ണൻ പറഞ്ഞു, ഞങ്ങൾ പുഴയ്ക്കക്കരെ അത്തിമരക്കാട്ടിലാണ് താമസം. കറുപ്പന്റെ? ഡോക്ടർ ചോദിച്ചു. ഞാൻ അവന്റെ അച്ഛനാണ്. ഇത് ഭാര്യ. ആ ചെറുത് രണ്ടും അവന്റെ മക്കളാണ്. ദേ, ഇവൾ എന്റെ ഭാര്യ. 3-4 ദിവസമായി ഞങ്ങൾക്കല്ല ഈ ചുമയും പനിയും. ശരീരം ഒട്ടാകെ വലിഞ്ഞു മുറുകുന്ന വേദന. കറുപ്പൻ എങ്ങനെയുണ്ട്? മരുന്ന് കഴിക്കുന്നുണ്ടോ? അവന് എഴുന്നേക്കാൻ വയ്യ. ദീനം കൂടുതലാണ്. എല്ലാവർക്കും ഒരേ ലക്ഷണങ്ങളാണ്. കറുപ്പന്റെ അസുഖം പകർന്നതായിരിക്കും. അതേന്നാ എനിക്കും തോന്നണത്. ഞങ്ങളുടെ അപ്പുറത്തെ മരത്തിൽ താമസിക്കുന്ന കാട്ടുപൂച്ചയ്ക്കും പിള്ളേർക്കും ഇതേ ദീനമാണ്. പക്ഷേ ഡോക്ടർ ചോദ്യഭാഗത്ത് നോക്കി. കറുപ്പന്റെ അച്ഛൻ തുടർന്നു. ആ പാണ്ഡം പൂച്ച സന്യാസിയുടെ ഭസ്മം കഴിച്ച അസുഖം മാറുമെന്നാ അവര് പറഞ്ഞത്. 2 ദിവസമായി കിടന്ന കിടപ്പ അച്ഛനും മക്കളും ആ കുടുംബക്കാരും അല്ല. ഡോക്ടർ പശുപതി എന്തോ ആലോചിച്ചു. ഇതൊരു പകർച്ചവ്യാധിയുടെ ലക്ഷണമാണല്ലോ. ആട്ടെ, നിങ്ങളുടെ അത്തിമരക്കാട്ടിൽ വേറെ ആർക്കെങ്കിലും ഇങ്ങനത്തെ അസുഖമുള്ളതായി കേട്ടോ? 3-4 തവണ ശക്തമായി ചുമച്ചതിന് ശേഷം മൂത്ത മലയണ്ണം പറഞ്ഞു, മോന്റെ വലിയ കൂട്ടുകാരാ ആ ചട്ടമ്പി പന്നിക്കുട്ടി. അവനും അവന്റെ ഗുണ്ടാ സംഘത്തിലെ 3-4 പേരും പനിയായി കിടപ്പാണെന്ന് മരംകൊത്തി നാണി പറഞ്ഞറിഞ്ഞു. പക്ഷേ എന്ത് അസുഖം വന്നാലും മണ്ണിൽ കുഴിയെടുത്ത് അതിൽ ഇറങ്ങി കിടക്കത്തേ ഉള്ളൂ. ദേഹത്തും കുറെ മണ്ണ് വാരിയിടും. പ്രകൃതി ചികിത്സയുടെ ആൾക്കാരാ. അച്ഛൻ മലയണ്ണാന് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ട്. ചുമ ശക്തിയാവുന്നു. ഡോക്ടർ തന്നെ എല്ലാവർക്കുമുള്ള മരുന്ന് എടുത്തു കൊടുത്തു. കഴിക്കേണ്ട വിധവും പറഞ്ഞു കൊടുത്തു. കയ്യിൽ കരുതിയ ഒരു കാട്ടു വാഴക്കുല ഡോക്ടറുടെ മേശയ്ക്ക് താഴെ വെച്ച് മലയണ്ണാൻ തിരിഞ്ഞു കിടന്നു. എല്ലാവരും നല്ല പോലെ അവശരാണ്. കാര്യമായ എന്തോ തകരാറാണല്ലോ അത്തിമരക്കാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. മലയണ്ണന്മാർക്ക് മാത്രമല്ല, സമീപത്തുള്ളവർക്കും പകർന്നിരിക്കുന്നു. പശുപതി എന്തോ ആലോചിച്ചു. ഉടനെ വാതിൽ പൂട്ടിയിറങ്ങി. നടത്തം അല്പം വേഗത്തിലായിരുന്നു. അത് ചെന്നെത്തിയത് ചെമ്പൻ കഴുതപ്പുലിയുടെ ലാബറട്ടറിയിലാണ്. എല്ലാ പഴയ സാധനങ്ങളുടെയും ഇറച്ചി കഷ്ണങ്ങളുടെയും ശേഖരമാണ് പല സ്ഥലത്തും. 3-4 കഴുതപ്പുലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും എന്തൊക്കെയോ മണത്തു നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഗൗരവത്തിലാണ്. വലിയ ഗവേഷണം നടക്കുന്ന ലക്ഷണമുണ്ട്. ഡോക്ടർ പശുപതി കയറി വരുന്നത് കണ്ട് മുൻവശത്ത് നിൽക്കുന്ന ഒരുവൻ മൂക്ക് വിടർത്തി. ആളെ മനസ്സിലായപ്പോ അകത്തേക്ക് ക്ഷണിച്ചു. ഡോക്ടർ ചെമ്പൻ കഴുതപ്പുലി അകത്തെ മുറിയിൽ കാര്യമായി എന്തോ തിരയുകയാണ്. ഒരു കൊട്ടയിൽ നിന്ന് മറ്റേ കൊട്ടയിലേക്ക് എന്തൊക്കെയോ പെറുക്കിയിടുകയും ദ്രാവകങ്ങൾ ഒഴിക്കുകയും ചൂടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ പ്രവൃത്തിയിൽ നിന്നും തല ഉയർത്താതെ ആഗതനോട് ഇരിക്കാൻ പറഞ്ഞു. മേശയ്ക്കപ്പുറത്തെ വലിയ ബെഞ്ചിൽ പശുപതി ഇരുന്നു. ഏതാണ്ട് 10 മിനിറ്റ് കഴിഞ്ഞ് കഴുതപ്പുലി ഡോക്ടർ പശുപതിയുടെ നേരെ തിരിഞ്ഞു. ആഹാ, താനായിരുന്നോ? എന്നെ വിളിക്കായിരുന്നില്ലേ? ഡോക്ടർ ചെമ്പൻ കാര്യമായ എന്തോ ജോലിയിലായിരുന്നല്ലോ, അത് കഴിയട്ടെ എന്ന് കരുതി. ആ, കണ്ണട ഊരി മുഖം തൂവാല കൊണ്ട് തുടച്ച് നാക്കുകൊണ്ട് നക്കി ചെമ്പൻ പറഞ്ഞു. ഈയിടെയായി കാട്ടിൽ പലയിടത്തും പനി പടർന്നു പിടിക്കുന്നതായി കേട്ടു. മന്ത്രി ശ്രീമതി പെണ്ണമ്മ കുറുക്കത്തി
ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിരിക്കുകയാണ്. ചെമ്പൻ ഏതോ തടിച്ച പുസ്തകം തുറന്നു. എല്ലാം ഒരേപോലെയുള്ള ലക്ഷണങ്ങളല്ലേ? ചുമ, പനി, തൊണ്ടയിൽ മുള്ളു കൊളുത്തി വലിക്കുന്ന പോലെയുള്ള വേദന. കറക്റ്റ്. തന്റെ ക്ലിനിക്കിൽ ഇത്തരം ലക്ഷണങ്ങളുമായി ആരെങ്കിലും വന്നോ? യെസ്, അത്തിമരക്കാട്ടിലെ മലയണ്ണന്മാരാണ് ആദ്യം എത്തിയത്. അവിടെ താമസിക്കുന്ന കാട്ടുപൂച്ചകൾക്കും പന്നിക്കുട്ടന്മാർക്കും ഇതേ അസുഖമുണ്ട്. അവരാരും ചികിത്സയ്ക്ക് വന്നിട്ടില്ല. ലക്ഷണം കണ്ടിട്ട് ഡോക്ടർക്ക് എന്തു തോന്നുന്നു? സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തരം പകർച്ചപ്പനിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു തരം കാട്ടു വൈറസ് അറ്റാക്ക്. യെസ് യെസ്, എനിക്കും ആ സംശയം തോന്നാതിരുന്നില്ല. ഡോക്ടർ ചെമ്പൻ താൻ നടത്തിയ ഗവേഷണങ്ങളെ പറ്റി ഡോക്ടർ പശുപതിയുമായി ദീർഘനേരം സംസാരിച്ചു. രണ്ടുപേരും ചില പുസ്തകങ്ങൾ പരിശോധിച്ചു. വീണ്ടും ചർച്ച. നമുക്ക് നാളെ അത്തിമരക്കാട്ടിലും പരിസരത്തും ഒന്ന് പോയാലോ? ശരി, അങ്ങനെയാവാം. അവർ പിരിഞ്ഞു.